വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാൻ കേട്ടോ. ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അതായത് ഞാൻ ഇൻഫോ പാർക്ക് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, അവിടെ ജോലി കിട്ടി, അവിടെ ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അതിനിടയ്ക്ക് ഈ അടുത്തായിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ നോക്കണം, ഒരു ഫ്രഷർ എന്തൊക്കെ നോക്കണം, ചേച്ചിയുടെ കമ്പനിയിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത്, അപ്പോൾ ആ കമ്പനിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ പല താഴത്തെ വീഡിയോസിൽ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയാനായിട്ടുള്ളത്, ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് ഇൻഫോ പാർക്കിൽ ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു 7 ടിപ്പാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് തന്ന കമ്പനിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യാം, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. കമ്പനിയുടെ വെബ്സൈറ്റ്, കമ്പനിയുടെ സർവീസസ്, നിങ്ങൾക്ക് തന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, പിന്നെ കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് കമ്പനിയാണ് എന്നൊക്കെ ഉള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി വെക്കുമ്പോൾ നിങ്ങൾക്കും ഒരു അറിവ് കിട്ടും. പ്ലസ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പോൾ ലാസ്റ്റ് HR ഒക്കെ ഇൻ്റർവ്യൂ നടത്തുമല്ലോ, അപ്പോൾ അവരോട് നിങ്ങൾക്കും പറയാനായിട്ട് പറ്റും, ഈ കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വെബ്സൈറ്റിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് വരുമ്പോൾ അവർക്ക് HR-നൊക്കെ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ തോന്നും നിങ്ങളുടെ അടുത്തേക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നത് എന്ന് അവർ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കമ്പനിനെ കുറിച്ചും, നിങ്ങൾക്ക് തന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, നിങ്ങൾക്ക് പറ്റുന്നതാണോ, നിങ്ങൾ പഠിച്ചതിന് മാച്ചാണോ, പഠിച്ചതിന് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണോ, പിന്നെന്താ അവരെന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്ത കാര്യം എന്ന് പറയാനായിട്ടുള്ളത്, ലിങ്ക്ഡിനിൽ പോയിട്ട് ഈ കമ്പനീനെ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ലിങ്ക്ഡിനിൽ ആ കമ്പനി സെർച്ച് ചെയ്യുമ്പോൾ ആ പേജ് വരുമല്ലോ, ആ പേജിനകത്ത് ജോബ്സ്, പ്യൂപ്പിള്, അതുപോലെ അവരുടെ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പ്യൂപ്പിളിന് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വലിയ കമ്പനിയാണെങ്കിൽ കുറച്ചും കൂടി കുറേ ആൾക്കാരും കുറേ കാര്യങ്ങളും കാണാൻ പറ്റും. ചെറിയ കമ്പനിയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കമ്പനീനെ കുറിച്ചും കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളതും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, നീറ്റ് ഡ്രസ് ആൻഡ് സിമ്പിളായിട്ട് ഡ്രസ്സ് ധരിച്ച് പോവാം. ഒരു കുർത്ത കിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസ് ഡ്രസ്സ് ഉണ്ടാവില്ലേ, കോട്ടൊക്കെ ഇട്ട് സ്യൂട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു കുർത്ത ഇട്ടാൽ മതി. കുർത്തയോ അല്ലെങ്കിൽ ഷർട്ട് മോഡൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ജീൻസും ടോപ്പോ വൃത്തിയായി നീറ്റായി അവർക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ ധരിക്കുക. പിന്നെന്താ, ഷാളൊന്നും ഇട്ട് പോകണ്ട കേട്ടോ, ചുരിദാർ അങ്ങനത്തെ ഒന്നും ഇട്ട് പോകണ്ട. ഒരു നോർമൽ ഫോർമൽ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അടിപൊളി നല്ല ഗെറ്റപ്പിലൊക്കെ നിങ്ങൾ പോവുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് പോവുക. അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആവുമല്ലോ. അതാണ് അടുത്ത പോയിന്റ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുക സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയി, നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഓവർ ടോക്ക് ചെയ്യാതെ നിങ്ങൾ സംസാരിക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയണം, ഞാൻ എങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കാം. ഇനി അതിനെക്കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് അങ്ങനെ പിന്നെയും സെയിം കാര്യം വീഡിയോ ചെയ്യണമെന്നില്ല. നിങ്ങളൊന്ന് നന്നായി നോക്കുക. പിന്നെ വേറെ ഒരുപാട് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ സെൽഫ് ഇൻട്രോ പറയുന്ന നല്ല വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി അടിപൊളിയായിട്ട്, നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ പഠിച്ചതും നിങ്ങൾക്കുള്ള സ്കില്ലും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിട്ട് നല്ല രീതിക്ക് ഓവറായിട്ട് സംസാരിച്ച് കൊളാക്കാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അടുത്ത പോയിന്റ്, റെസ്യൂമ്. നമുക്ക് റെസ്യൂമ് എന്തായാലും വേണമല്ലോ. ഈ റെസ്യൂമ് കൊണ്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. മാത്രമല്ല, നിങ്ങളൊരു ഫ്രഷറാണ്, നമ്മൾ ഈ ഫ്രഷറിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്രഷറായിട്ട് പോകുമ്പോൾ റെസ്യൂമിൽ അധികം കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ റെസ്യൂമിനകത്ത് ഓവറായിട്ടൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഒരു പേജുള്ള റെസ്യൂം മതി. അതിൽ സ്കിൽസിൽ എക്സൽ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ പവർ പോയിന്റ്, വേർഡ് ഇതൊക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സലിനെ കുറിച്ചും വേർഡിനെ കുറിച്ചും പവർ പോയിന്റിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ധാരണയും കുറച്ചൊരു കഴിവുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ CV നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നന്നായി നോക്കി പോവുക. ചില ആൾക്കാർ നിങ്ങളിപ്പോൾ BCom എപ്പോഴാണ് പഠിച്ചത്, പിന്നെ നിങ്ങൾ MCom എപ്പോൾ പഠിച്ചു, MBA അതെന്താ ഈ ഇയറിൽ പഠിച്ചത്, അതിനിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ മറന്നു പോകും. അതുകൊണ്ട് കറക്റ്റ് ഏത് വർഷം എന്തൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വർഷമാണ് പഠിച്ചത്, എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസോ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോൾ പഠിച്ചു, എന്തൊക്കെ പഠിച്ചു, എങ്ങനെയൊക്കെ പഠിച്ചു എന്നുള്ളതൊക്കെ നന്നായിട്ട് ഓർക്കുക. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അവിടെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അതെപ്പോൾ പഠിച്ചു, അപ്പം എന്ത് ചെയ്തു, ഇപ്പം എന്ത് ചെയ്തു എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ അത് നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ. വൈ ഡു യു വാണ്ട് ടു ജോയിൻ അവർ കമ്പനി, സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഷോർട്ട് ടേം ഗോൾ, ലോങ് ടേം ഗോൾ, ഇങ്ങനെയുള്ള ഫ്രഷേഴ്സിന് പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇത് ബേസിക് ആയിട്ട് എല്ലാവരോടും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പ്ലസ് നിങ്ങൾ എന്തിനാണോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് റിലേറ്റഡ്, നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കുമല്ലോ, അതും പ്രിപ്പയർ ചെയ്യുക. ഇപ്പം എൻ്റെ അടുത്ത് ഈ അടുത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രഷർ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അത് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലാണ് പോകുന്നത്, അപ്പോൾ എന്തൊക്കെ ചോദിക്കും ഒരു ഫ്രഷറിനോട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്തു, ഏത് വഴി അപ്ലൈ ചെയ്തു എന്നൊക്കെ ചോദിക്കും. മൂന്നാമത്തെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്. വീക്ക്നെസ് ഒക്കെ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പറയാം കേട്ടോ. വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കും. പിന്നെ നിങ്ങൾ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ഒക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താവണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പോവാം. ഓക്കെ. അടുത്ത പോയിന്റാണ് പങ്ക്ച്വാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് ഇൻഫോ പാർക്കിൽ എല്ലാ കമ്പനീസും നല്ല സ്ട്രിക്റ്റ് തന്നെയാണ്. അതിനകത്തേക്ക് കടക്കാൻ തന്നെ വേണം നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഓഫർ ലെറ്ററും ഒക്കെ കാണിക്കണം. ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ ഇങ്ങനെ നിൽക്കും അല്ലേ. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അവർ, എന്താ ഇൻ്റർവ്യൂ, അവരെന്ത് പറഞ്ഞു, സെലക്ഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് ആണ്. അവിടെ ഇപ്പോൾ 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 15 മിനിറ്റ് മുന്നേ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. നേരത്തും കാലത്തും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുക. കറക്റ്റ് പങ്ക്ച്വാലിറ്റിയും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. പിന്നെ ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ടെൻഷൻ അവരുടെ മുന്നിൽ കാണിക്കാണ്ടിരിക്കുക. ഒന്നും കാണിക്കേണ്ട, ഒരു ടെൻഷനും കാണിക്കണം, നമ്മൾ കൂളായിട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് നല്ല പങ്ക്ച്വാലിറ്റിയും കീപ്പ് ചെയ്ത് നല്ല രീതിയിലുള്ള ബിഹേവിയറൊക്കെ ഇട്ടിട്ട് പോവുക. കറക്റ്റ് സമയത്ത് അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പറയുന്ന പോലെ അത്ര സിമ്പിളൊന്നല്ല കാര്യങ്ങൾ. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് കറക്റ്റായിട്ട് സമയത്തിന് എത്താം. ലാസ്റ്റത്തെ ടിപ്പാണ് കേട്ടോ, ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ താങ്ക് യു പറയാം, ഒരു സ്മൈലിങ് കീപ്പ് ചെയ്യുക. റിജക്ഷൻസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ, അവർ ചിലപ്പോൾ നമ്മളെ റിജക്റ്റ് ചെയ്യും, നിങ്ങളെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്താൽ എന്താ പ്രശ്നം? ഓരോ റിജക്ഷനും നമ്മളുടെ ഗ്രോത്താണ്. ഇതൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസും ലേണിങ്ങും ആണ്. നമ്മളപ്പം പിന്നെ നാളെ നമ്മൾ ആലോചിക്കും, അന്ന് തന്നെ അവർ റിജക്റ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഈ കാര്യം പഠിക്കാൻ പറ്റി. ചിലപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ കേട്ടാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ലേറ്റ് ആവാനും നേരത്തെ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ ചിലപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്ത കോഴ്സ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകും. പക്ഷെ അവർ ചോദിക്കുന്നതൊന്നും ആയിരിക്കില്ല. അവർ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ബേസിക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പാളിച്ച പറ്റും. അതുകൊണ്ട് എല്ലാ റിജക്ഷൻസും എല്ലാ ഫെയിലിയേഴ്സും നിങ്ങളുടെ വളർച്ച മാത്രമാണ്. നിങ്ങൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും, കുറേ കാര്യങ്ങൾ പഠിക്കും, എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സ്മൈലി കീപ്പ് ചെയ്യുക. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ താങ്ക് യു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയാം. ഇതാണ് എനിക്ക് പറയാനുള്ള ഫൈനൽ ടിപ്പ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് 7 ടിപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവട്ടെ. കുറേ കുട്ടികൾ എൻ്റെ ഇൻഫോ പാർക്ക് വീഡിയോയ്ക്ക് ഇപ്പോഴും കമൻറ്റ്സ് ഇടുന്നുണ്ട്. കുറേ കമൻറ്റ്സ് ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലും അവിടെ പല സ്ഥലത്തായിട്ട് ജോലി നോക്കുന്നുണ്ട്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും നന്നാവട്ടെ. ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.